ഇനി നിങ്ങളുടെ കത്തുകൾക്കുള്ള മറുപടിയാണ്. വന്ധ്യതയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഒട്ടനവധി കത്തുകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ചില കത്തുകൾ. ഡോക്ടർ, ഞാൻ 20 വയസ്സുള്ള യുവതിയാണ്. എൻ്റെ കല്യാണം ഉടൻ നടക്കും. ആദ്യ സംഭോഗത്തിൽ തന്നെ ഗർഭിണിയാകുമോ? ആർത്തവ കാലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് ചില കൂട്ടുകാരികൾ പറയുന്നത് കേട്ടു. ഇത് ശരിയാണോ? PN, കൊച്ചി. ആദ്യമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഗർഭിണിയാകുകയില്ല എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഗർഭിണിയാകാം, എന്നാൽ എപ്പോഴും അങ്ങനെ ആകണമെന്നുമില്ല. സാധാരണ നമ്മൾ പീരീഡിൻ്റെ 10-ാം ദിവസം മുതൽ ഒരു 18-ാം ദിവസം വരെ സുരക്ഷിതമല്ല എന്ന് പറയാറുണ്ട്. കാരണം അണ്ടോൽപാദനത്തിന് മുമ്പും പിൻപുമുള്ള കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് ഗർഭധാരണത്തിന് സാധ്യതയുണ്ട്. അണ്ടം വിസർജിക്കപ്പെട്ടാൽ അതിന് 24 മണിക്കൂർ ജീവനുണ്ട്. പുരുഷ ബീജാണുക്കൾക്ക് യോനിമുഖത്ത് 72 മണിക്കൂർ ജീവിക്കാനാവും. അതുകൊണ്ട് താങ്കൾക്ക് ഈ ആദ്യമായിട്ട് തന്നെ പ്രഗ്നൻസി കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ താങ്കളെ സഹായിക്കും. പക്ഷേ വളരെ കൃത്യമായിട്ട് അണ്ടോൽപാദനം നടക്കുന്ന ഒരാളിൽ മാത്രമേ ഈ കാൽക്കുലേഷൻ ശരിയാകുകയുള്ളൂ. അണ്ടോൽപാദനം താമസിച്ച് നടക്കുന്ന ഒരാളിൽ ഈ കാൽക്കുലേഷൻ പൂർണ്ണമായി ശരിയാകുകയില്ല. ഈ 10 മുതൽ 18 വരെയുള്ള ദിവസത്തിൻ്റെ കണക്ക് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ളൊരു കണക്കല്ല എന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ അറിയേണ്ടതായിട്ടുണ്ട്. അടുത്തത് മാസമുറ സമയത്തുള്ള ലൈംഗിക ബന്ധം. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഒരു അണുബാധയ്ക്കുള്ള സാധ്യത ആ സമയത്ത് കൂടുതലാണ്. വജൈന അല്ലെങ്കിൽ യോനിമുഖം എന്ന് പറയുന്നത് ഒരു അസിഡിക് pH ആണ്. ബ്ലഡിൻ്റെ pH ആൽക്കലൈനിലാണ്. അപ്പം ഈ അമ്ലരസം എന്ത് പറ്റും? യോനിമുഖത്തുള്ള അമ്ലരസം രക്തം വരുമ്പോൾ കുറയും. അപ്പം ഈ pH അമ്ലരസത്തിന് വ്യത്യാസം വരുമ്പോൾ രോഗാണുബാധയ്ക്കുള്ള സാധ്യത കൂടും. അതുതന്നെയുമല്ല, ആ സമയത്ത് ബന്ധപ്പെടുവാൻ ചിലപ്പോൾ പുരുഷന് താല്പര്യമില്ലായിരിക്കും, സ്ത്രീക്ക് താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ട് പങ്കാളിയുടെ താല്പര്യത്തിന് എതിരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പിന്നീട് ലൈംഗിക പ്രശ്നങ്ങൾക്ക് കാരണമായി എന്ന് വരും.